പാകിസ്ഥാനോട് അതിര് കടന്ന മമതയും അനുകമ്പയുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാണിക്കുന്നത്. ആദ്യം പാകിസ്ഥാന്റെ പകരച്ചുങ്കം 29% ഇപ്പോൾ അത് വെറും 19% കുറഞ്ഞിരിക്കുകയാണ്. എന്നാൽ മറ്റു രാജ്യങ്ങൾക്കുമേൽ കടുത്ത തീരുവയാണ് ട്രംപ് ചുമത്തിയിരിക്കുന്നതും. അതിൽ ഏറ്റവും കൂടുതൽ ട്രംപ് ഉന്നം വച്ചിരിക്കുന്നത് ഇന്ത്യയെ തന്നെയാണ്. ഇപ്പോഴുള്ള രാജ്യങ്ങളുടെ ശതമാന കണക്കുകൾ പരിശോധിച്ചാൽ യൂറോപ്യൻ യൂണിയന് 15%, കാനഡയ്ക്ക് 35%, ജപ്പാന് 15%, ദക്ഷിണ കൊറിയയ്ക്ക് 15%, എന്നാൽ തായ്വാന് 20%, വിയറ്റ്നാം 20%. മാത്രമല്ല ഇന്ത്യക്കാകട്ടെ 25% എന്നിങ്ങനെയാണ് കണക്കുകൾ പോകുന്നത്. ഇതോടെ ട്രംപിന്റെ കുടിലതന്ത്രം എന്താണ് എന്നുള്ളത് കൂടെ വെളിവാവുകയാണ്. പാകിസ്ഥാന്റെ പക്കലുണ്ട് എന്ന് പറയപ്പെടുന്ന എണ്ണശേഖരം അവിടെ പക്കൽ നിന്നും സ്വന്തമാക്കുക, അത് അമേരിക്കയ്ക്കായി സ്വന്തമാക്കുക എന്ന ലക്ഷ്യമാണ് ഇവിടെ ട്രംപ് വയ്ക്കുന്നത്. അത് നടക്കണമെങ്കിൽ പാകിസ്ഥാനെ ഒരു നയത്തിൽ നിർത്തിയാൽ മാത്രമേ സാധിക്കൂ എന്ന് ട്രംപിന് മനസ്സിലായതോടുകൂടി തന്നെ ഇപ്പോൾ പാകിസ്ഥാന് മേൽ കൂടുതൽ അനുകമ്പയും മമതയുമാണ് ട്രംപ് കാണിക്കുന്നത്. എന്നാൽ ഇന്ത്യയെ പിണക്കുന്നതിലും അമേരിക്കയ്ക്ക് ദോഷം ചെയ്യാനുള്ള സാധ്യതകൾ ഏറെയാണ്. അമേരിക്കയിലെത്തുന്ന 90 രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ പ്രഖ്യാപിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ആഗോള സാമ്പത്തിക മേഖലയ്ക്ക് വലിയ നെഞ്ചെടുപ്പ് വർദ്ധിപ്പിക്കുകയാണ്. കാനഡയുടെ പകരച്ചുങ്കം 25% നിന്ന് 35% ഉയർത്തിയതും സിറിയയ്ക്ക് 41% തീരുവയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ഇന്ത്യൻ ഉൽപാദനങ്ങളുടെ പകരച്ചുങ്കം നേരത്തെ പ്രഖ്യാപിച്ച 25% നിലനിർത്തുകയും ചെയ്തു. പാകിസ്ഥാന്റെ തീരുവ 29% നിന്ന് 19% കുറച്ചു. പാകിസ്ഥാനുമായി എണ്ണ പര്യവേഷണത്തിന് അമേരിക്ക കരാർ ഒപ്പുവെച്ചതിലാണ് തീരുവ കുറച്ചതെന്നാണ് ട്രംപ് പറയുന്നത്. ഓട്ടോമോട്ടീവ്, ലോഹ ഇതര ഉൽപ്പന്നങ്ങളുടെ തീരുവയിൽ മെക്സിക്കോയ്ക്ക് ഇളവ് നൽകുവാനും തീരുമാനമായിട്ടുണ്ട്. ബ്രസീലിൽ നിന്ന് ഇറക്കുമതി നടത്തുന്ന ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ നിശ്ചയിച്ചിരിക്കുന്നത്. ചൈനയുമായുള്ള വ്യാപാര കരാറിന് ഓഗസ്റ്റ് 12 വരെ സാവകാശം നൽകുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവ ഏർപ്പെടുത്തിയ പ്രഹരം നൽകിയ ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനോട് മമത കാട്ടുകയും ചെയ്തു. പാകിസ്ഥാന്റെ പകരച്ചുങ്കം നേരത്തെ പ്രഖ്യാപിച്ചത് 29% നിന്ന് 19% കുറഞ്ഞു. ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും ഉയർന്ന തീരുവ നേരിടുന്നത് ഇന്ത്യയുമാണ്. അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ നേരിടുന്ന തിരിച്ചടി മറികടക്കാൻ വേണ്ടി വിവിധ സാമ്പത്തിക മേഖലകളുമായി സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഒപ്പുവയ്ക്കാൻ ഇന്ത്യ നീക്കം ശക്തമാക്കിയിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയൻ, പെറു, അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളുമായി വ്യാപാര ചർച്ചകൾ വേഗത്തിലാക്കും. അത് തുണിത്തരങ്ങൾ, അതുപോലെ തന്നെ തുകൽ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ തീരുവ 10% നിന്ന് 25% ഉയർത്തുന്നതോടുകൂടി തന്നെ ഇന്ത്യൻ കയറ്റുമതികൾ കനത്ത തിരിച്ചടി നേരിടും. ഇതിനിടയിലാണ് പുതിയ വിപണികൾ കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നത്. വിവിധ രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നികുതി അത് നടപ്പായതോടുകൂടി തന്നെ ആഗോളതലത്തിൽ ഓഹരി വിപണിയിൽ കനത്ത തിരിച്ചടി നേരിടുകയാണ്. ഏഷ്യയിലെയും യൂറോപ്പിലെയും അതുപോലെ US-ലെയും ഓഹരികൾ ഇന്നലെ വിൽപ്പന വലിയ സമ്മർദ്ദത്തിലായിരുന്നു. സെൻസസ് ആകട്ടെ 585.67 പോയിന്റ് നഷ്ടവുമായി 80,599.91 അതിൽ അവസാനിക്കുകയാണ് ഉണ്ടായത്. നിഫ്റ്റി 203 പോയിന്റ് ഇടിഞ്ഞുകൊണ്ട് 24,565.35 തന്നെ എത്തി നിൽക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.